ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്സും കൊണ്ടാണ്. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് താരനായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടും വലിയ പ്രയോജനമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒരു പുതിയ ടിപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നന്നായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ്. അധികം സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള സാധനം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന, ഒത്തിരി സമയമൊന്നും വേണ്ടാത്ത ഒരു ചെറിയ ടിപ്പാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ എടുത്തേക്കുന്നത് 3 സ്പൂൺ കാപ്പിപ്പൊടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. നല്ല ഒന്നും ചേർക്കാത്ത, മസാല ഒന്നും ചേർക്കാത്ത കാപ്പിപ്പൊടി. അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ മസാല ചേർക്കാത്ത ഏത് കാപ്പിപ്പൊടി വേണേലും നമുക്കെടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്നത് പഞ്ചസാരയാണ്. അത് കാപ്പിപ്പൊടി എത്രയാണോ എടുത്തേക്കുന്നത് അത്രയും അളവിൽ തന്നെ നമ്മൾ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത്, ഇതിനകത്ത് നമുക്ക് തേങ്ങാപ്പാലോ തൈരോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലോ തൈരോ വെള്ളമോ എന്ത് വേണേലും ചേർക്കാം. ഞാൻ ചേർക്കുന്നത് എണ്ണയാണ്. അത് എൻ്റെ എണ്ണ എന്ന് പറഞ്ഞാൽ അമ്മ കൊച്ചിന് വേണ്ടി കാച്ചുന്ന എണ്ണയാണ് ഞാനും ഉപയോഗിക്കുന്നത്. ആ എണ്ണ തന്നെയാണ്. അപ്പം ഇത് മിക്സ് ചെയ്യാൻ പാകത്തിന് എണ്ണ എടുക്കാം. എൻ്റെ മുടി ഇച്ചിരി ഡ്രൈ ആണ്, അതുകൊണ്ട് അപ്പം ഞാൻ എണ്ണ തന്നെ യൂസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഇത് മിക്സ് ചെയ്യാൻ പാകത്തിന് എണ്ണ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി തിക്കും ആവണ്ട, ഒത്തിരി തിന്നും ആവണ്ട. നമുക്ക് തലയിൽ ഒന്ന് ഇത് ചെയ്യാൻ പാകത്തിന് ആയാൽ മതി കേട്ടോ. നമുക്കറിയാം, അത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വേണം എന്ന്, എന്തോരം തിക്നെസ് വേണം എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു തിക്നെസ്സിൽ നമ്മൾ എടുത്താൽ മതിയേ. നന്നായിട്ടൊരു സ്ക്രബ് ചെയ്യുക. ആ സ്ക്രബ് വഴി നമ്മുടെ താരനൊക്കെ പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് നമ്മുടെ തലയോട്ടിയിലോട്ട് ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാം. അലുത്ത് പോകാതെ നമ്മൾ മാക്സിമം ഉപയോഗിക്കണം കേട്ടോ, നോക്കണം. ഇതിപ്പോൾ താഴോട്ട് പോകുന്നുണ്ട്, അത് ഇച്ചിരി കട്ടി കുറവായതുകൊണ്ടാണ്. ഒരു ചെറിയൊരു മസാജ് പോലെ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്, എന്നാലും ചെറിയൊരു മസാജ് കൊടുക്കണം. നമുക്ക് താരൻ അധികമായിട്ട് വരുന്നത് ആ പോർഷനിൽ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പഞ്ചസാരയുടെ ആ ഒരു തരിയാണ് എടുത്തേക്കുന്നത്. അപ്പം മുറിവൊന്നും ഉണ്ടാവാതെ പതുക്കെ സാവകാശം ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. മുടിയേൽ മാക്സിമം ആക്കണ്ട, പിന്നെ ആക്കിയെന്ന് ഓർത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല.
കൈ കഴുകണം അതിന് ശേഷം. ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് മുടി. നന്നായിട്ട് 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ചെയ്തു. ഇനി നമുക്ക് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യാം. ഷാമ്പു വേണമെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം, താളി വേണമെങ്കിൽ താളി യൂസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടം. കെമിക്കൽ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ കണ്ടീഷണറും കൂടെ ഒപ്പം ഉപയോഗിക്കാൻ നോക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ സാധാ ഷാമ്പു അല്ലെങ്കിൽ പയറുപൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം.